ഹലോ ഗായ്സ്. അങ്ങനെയാണല്ലോ പൊതുവെ യൂട്യൂബ് ചാനലിലെ വ്ളോഗ് തുടങ്ങുന്നത്. ഹേയ് ഗായ്സ്, ലെറ്റ്സ് ബിഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനാണ്. ശബരിമല യാത്ര അത് തന്നെയാണ്. എൻ്റെ ഒരുപാട് കൂട്ടുകാർക്ക് ഈ യാത്ര എങ്ങനെയാണ്, ഇതിലൊരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ രീതിക്കുള്ളൊരു യാത്ര എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഈ യാത്ര എല്ലാവരുടെ കൂടെ പങ്കുവെച്ചുകൂടാ, ഒരു വ്ളോഗ് എടുത്തുകൂടാന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് എൻ്റെ ഫോണിൽ ചാർജൊക്കെ ഇടയ്ക്ക് കുറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് ഞാനൊരു ചെറിയ വീഡിയോ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റോറി നറേഷൻ പോലെ എല്ലാം പറയാമെന്ന് കരുതി. അതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഒരു കൂട്ടുകാരനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ, പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് വിഷ്വൽസൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഇത് നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി പിങ് ചെയ്യണമെങ്കിൽ പിങ് ചെയ്യാം. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ ഈ മാല ഇട്ടാണ് എല്ലാം തുടങ്ങുന്നത്. ശബരിമലയിൽ സാധാരണ ആൾക്കാർ പോകുമ്പോൾ 41 ദിവസം നോമ്പെടുക്കണം, 41 ദിവസം വ്രതം. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ, അതായത് കൊച്ചി പഴയന്നൂർ ഭഗവതി ക്ഷേത്രം മട്ടാഞ്ചേരി, അപ്പോൾ ഈ അമ്പലത്തിൽ അയ്യപ്പൻ പാട്ടും വിളക്കമുണ്ട്. അപ്പോൾ അന്ന് രാത്രി നമ്മൾ കെട്ട് നിറച്ചു. സ്വാമിയേ 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 സ്വാമിയേ. കെട്ട് നിറച്ചതിന് ശേഷം അവിടെ അയ്യപ്പൻ്റെ പൂജയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു. അവിടുന്ന് താലമായിട്ട് പള്ളിയർക്കാവ് അമ്പലത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് താലം ആയിട്ട് മാളികപ്പുറമായിട്ട് നമ്മുടെ അമ്പലം. അങ്ങനെ എല്ലാ പരിപാടിയും അവസാനിച്ചു. ആഴിപൂജയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആഴിപൂജ എന്ന് വെച്ചാൽ കനലിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ പൂജ ചെയ്യുക, അതാണ് ആഴിപൂജ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സും കുറച്ച് മുതിർന്ന ആൾക്കാരും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഒരുമിച്ചൊരു സന്തോഷമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. എല്ലാവരും നല്ല ആഘോഷിച്ച് പ്രാർത്ഥിച്ച് സന്തോഷിച്ചാണ് പോയത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല അയ്യപ്പൻ അനുഗ്രഹം. അപ്പോൾ അങ്ങനെ എന്നിട്ട് രാവിലെ തന്നെ നമ്മുടെ വാഹനം വന്ന് എല്ലാവരും കെട്ട് നിറച്ച് അമ്പലത്തിൽ പോയി തൊഴുത് കെട്ടുനിറ കഴിഞ്ഞ് വന്നിട്ട് നേരെ വണ്ടി കയറി സ്ഥലം പിടിക്കണമല്ലോ അല്ലേ. എല്ലാവരും അതായത് ആൾക്കാരോട് സ്ഥലം പിടിക്കണമല്ലോ. സ്ഥലമൊക്കെ പിടിച്ചു. പിന്നെ ഒരു യാത്രയാണ്. പിന്നെ ഇങ്ങനെ പോയി ഒരു സമയത്തേപ്പോൾ സൈഡാക്കി നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട, പിന്നെ ഇതുണ്ടായി ചമ്മന്തിപ്പൊടി. മോനെ സീൻ അടിപൊളിയായിരുന്നു. അങ്ങനെ അത് നമ്മളെല്ലാവരും കൂടെ വഴിയിൽ സൈഡാക്കി കഴിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വണ്ടിയിൽ കയറി പിന്നെ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പല അമ്പലങ്ങളിലും കയറി. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ അമ്പലത്തിലും കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരമ്പലത്തിൽ പോലും ഞാൻ അതിനുശേഷം കയറിയില്ല. കാരണം രാത്രി ആരും ഉറങ്ങിയിട്ടില്ല. എന്നാലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും കുറച്ച് പേരൊക്കെ വണ്ടി തന്നെ കിടന്നുറങ്ങി. ഞാൻ നല്ലോണം ഉറങ്ങി. കാരണം എനിക്ക് ക്ഷീണം വയ്യ. എനിക്ക് അന്നത്തെ ശബരിമല കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഉറപ്പായിട്ട് നമ്മൾ കയറണ്ടേ, അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ പോയി നമ്മൾ നമ്മുടെ എരുമേലിയിലെത്തി. എരുമേലിയിൽ വാവരുപള്ളി അങ്ങനെ അവിടെയൊക്കെ കയറി തൊഴുതു. പേട്ടതുള്ളലൊക്കെ കണ്ടു. അവിടെ ആഘോഷിച്ച് പോകണമെന്നാണ് എപ്പോഴും. നമ്മുടെ സന്തോഷത്തോടു കൂടി നമ്മൾ നല്ല സന്തോഷത്തിൽ നിന്ന് ഡാൻസൊക്കെ കളിച്ച് തുള്ളി
ചാടി കളറൊക്കെ പൊത്തി രസം അത് കാണാൻ. അവിടെ മൊത്തം എല്ലാവരും അങ്ങനെയാണ്, നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി. പിന്നെ അടുത്തത് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ കയറി. ഉച്ചഭക്ഷണത്തിന് നല്ല സദ്യയും കഞ്ഞി, കപ്പ, പയറ് ഇതൊക്കെ കൂടെ കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. പമ്പയിലേക്കാണ്. പക്ഷെ പമ്പ വരെയും എത്തിയില്ല, കാരണം പമ്പയിലേക്ക് ആരെയും കടത്തി വിടുന്നില്ല, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാരണം അത്രയ്ക്ക് തിരക്കുള്ള സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നില്ല. അവിടെ നിന്ന് നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ് കയറി. ബസ് യാത്രയായിരുന്നു. അങ്ങനെ ബസ്സിൽ സീറ്റൊക്കെ പിടിച്ച് ബസ്സിലിരുന്നൊരു പോക്കാണ്. ബസ് പോണ പോക്കില്ല, ഇതിങ്ങനെ എങ്ങനെയൊക്കെയാണ് പോണേ. അയ്യോ സമ്മതിക്കണോട്ടാ വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ ബസ് യാത്ര കഴിഞ്ഞ് അവസാനം നമ്മൾ പമ്പയിലെത്തി. അങ്ങനെ പമ്പയിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് പമ്പ നദിയിൽ കുളിക്കാൻ, നീരാടാൻ. അല്ല അത് എന്താണ്, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം അതിലെ വെള്ളത്തിൻ്റെ തണുപ്പും പിന്നെ അതിൽ ഈ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ തുണി വസ്ത്രങ്ങളിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകും. അത് ശരിയായിട്ടുള്ളൊരു വിശ്വാസമല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മളങ്ങനെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ തുണി ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ. അതാണ് ആ വെള്ളം നശിപ്പിക്കുന്ന പോലെയാണ്. പക്ഷെ അത് ദയവ് ചെയ്ത് ആരും അത് ഫോളോ ചെയ്യരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ്. കാരണം ആരും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ തിരിച്ചു വരാം. ആ വെള്ളത്തിൽ കുളിച്ച് പിന്നെ നമ്മൾ നേരെ ഒന്നും നോക്കാനില്ല, എല്ലാവരും കൂടെ ഒരു സ്ഥലമൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് എല്ലാവരും എവിടെയെങ്കിലൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോയേക്കാം, തിരക്കാണ്. അപ്പോൾ ഇന്ന സ്ഥലത്ത് വന്ന് നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഫോണൊക്കെ ഉണ്ട്, എന്നാലും ജസ്റ്റ് ഇൻ കേസ് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറ്റി തുടങ്ങി. അയ്യോ, അങ്ങനെ ഫസ്റ്റ് കയറി കഴിയുമ്പോൾ നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തും. അവിടെ നമ്മൾ തൊഴും, ഗണപതി അമ്പലത്തിൽ തൊഴുത് അവിടെ നിന്ന് നമ്മൾ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്. നമ്മൾ ശബരിമലയ്ക്ക് ഇങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ അതവിടെ കാണിച്ചാൽ നമ്മളെ കടത്തി വിടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു അവർക്കൊരു കൗണ്ട് എടുക്കാനാണ് തോന്നുന്നു, ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ്, വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാനാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. നമ്മൾ കുറച്ചുപേര് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല, പക്ഷെ അവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തു നേരെ കയറി. പിന്നെ ഒരു കയറ്റമാണ്. ഓ ഗൈസ്, ഈ തലയെക്കെട്ട് ചെറിയൊരു ട്രിക്കാണ്. അവിടെ ഇരുന്നോളം കെട്ട്. കേറി ചത്ത് ടയേർഡായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മാറി കുറച്ച് ഇരിക്കും. അപ്പോൾ ആകെയുള്ള ആശ്രയം തണ്ണിമത്തൻ. എൻ്റെ പൊന്നോ, തണ്ണിമത്തൻ അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പില്ലേ സെറ്റ്. പിന്നെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് പിന്നെ എനർജി കയറും, പിന്നെയും കയറും, പിന്നെയും ടയേർഡാണ്, പിന്നെ തണ്ണിമത്തൻ, പിന്നെയും കയറും. അങ്ങനെ കയറി പിന്നെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി. അപ്പോൾ വലിയ ബുദ്ധിമുട്ട്, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മുമ്പും പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ക്യൂവും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കയറി അവിടെ എത്തി നടപ്പന്തൽ. അങ്ങനെ ക്യൂവിൽ കയറി കഴിഞ്ഞ ശേഷം ബിസ്ക്കറ്റും മറ്റേ പാർലേജി ബിസ്ക്കറ്റും വെള്ളവും അതൊക്കെ കിട്ടി. അതൊക്കെ സ്വർഗ്ഗം എന്നിട്ട് ആ സമയത്തില്ലേ, ആ സമയം അവിടെ നിന്ന് ഇതൊക്കെ സ്വർഗ്ഗമാണ്, ഇതൊക്കെ കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് കുറച്ച് ക്യൂവിൽ പോസ്റ്റ് കിട്ടി. ഒരു അരമുക്കാൽ മണിക്കൂറോളം കിട്ടി തോന്നുന്നു. നട അടച്ചായിരുന്നു കുറച്ച് നേരത്തേക്ക്, ദീപാരാധനയ്ക്ക് നട അടച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് നേരെ ക്യൂ വിട്ടു. നേരെ ഓടി പിടച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ തള്ളൊക്കെ ചെയ്യട്ടോ ആ സമയത്ത്, കാരണം അടുത്തെത്താറായില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയാലും തൊഴണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു തള്ളലൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. നമ്മുടെ അടുത്ത് ഇതുണ്ടാവും, കെട്ടും, അതിൻ്റെ ഒപ്പം തേങ്ങ ഉണ്ടാവും. തേങ്ങ നമ്മൾ എറിഞ്ഞുടയ്ക്കണം. അതിനൊരു സ്ഥലമുണ്ട് അവിടെ നേരെ ചെന്നു നല്ല പവറിൽ എറിഞ്ഞങ്ങ് ഉടച്ച് നേരെ കറങ്ങി വന്ന് കയറി ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി നേരെ കാണുന്നത് എന്താണ്, 18-ാം പടി. അതാണ് ഓക്കെ. അങ്ങനെ 18-ാം പടിയിലേക്ക് കയറി. ഓരോ പടിയും ചവിട്ടി കയറണം, അതാണ് എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ നമ്മുടെ പോലീസുകാരുണ്ടാവും അപ്പുറത്തും ഇപ്പുറത്തും. അവരിങ്ങനെ വേഗം പോകുന്ന രീതിക്ക് കയറ്റി ഇങ്ങനെ വിടണേണ്ട, കാരണം തിരക്ക് അത്രയും
കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ കെറ്റി വിടും. പിന്നെ കുറേ പേർക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു സഹായം കൂടിയായി, കാരണം ഒരു പുഷായി, അവർ പൊക്കി വിടുവാണല്ലോ. അപ്പം അങ്ങനെ കയറി 18ാം പടി കയറി ഏറ്റവും ടോപ്പിലെത്തി. നമ്മളാ അയ്യപ്പൻ്റെ അടുത്തെത്താറായി. ഭയങ്കര ഒരു സംഭവം തന്നെ. അവിടെ എത്തുമ്പോൾ നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന് കയറി അവിടെ എത്തുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു സംഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന എല്ലാവർക്കും കിട്ടാറുണ്ടാവും, കാരണം അത്രയ്ക്ക് ഒരു സംഭവമാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ക്യൂവിലേക്ക് കയറി. അവിടെ വലിയ ക്യൂ ഇല്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ക്യൂവിലേക്ക് കയറി ആ ഫ്ലോയ്ക്ക് അങ്ങനെ പോയി ക്യൂവിലേക്ക് കയറി നേരെ നമ്മുടെ അയ്യപ്പൻ്റെ മുമ്പിൽ എത്തി. VIP ഒന്നുമല്ല, VIP ഉണ്ട്, അങ്ങനത്തെ ക്യൂ ഒക്കെ ഉണ്ട് അവിടെ. എന്നാലും നല്ലൊരു ദർശനം തന്നെയായിരുന്നു. നടുക്ക് ചെന്നു, അയ്യപ്പനെ കണ്ടു, തൊഴുതു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലോണം മനസ്സ് നിറഞ്ഞ് തൊഴുതിട്ടാണ് പോയത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. തൊഴുമ്പോൾ അതായത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. തൊഴുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനമാണത്. അതൊരു നല്ലൊരു ഫീലിംഗാണ്, അങ്ങനൊരു സന്തോഷമാണത്, ഒരു പോസിറ്റീവ് ഒരു ഫീലിംഗാണത്. പക്ഷെ അത് തൊഴുത് ഇറങ്ങി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു 3 സെക്കൻഡ്, ഒരു 5 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അയ്യോ അയ്യപ്പൻ എങ്ങനെയായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഒരു പ്രത്യേകതയാണ് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്കിങ്ങനെ തോന്നും, അയ്യോ അയ്യപ്പൻ എന്തായിരുന്നു, അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി. നേരെ നമ്മൾ കൈലാസ്, അവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്, കൈലാസ്. അവിടെ ചെന്നു ബാഗ് വെച്ച് നേരെ പോയത് ഏറ്റവും ടോപ്പിലേക്ക്, ആ ബിൽഡിങ്ങിൻ്റെ. എന്ത് നല്ല വ്യൂ ആയിരുന്നു, നോക്കി, നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ ഓടി വന്നു, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. നേരെ താഴത്തേക്ക് തിരിച്ച് റൂമിലേക്ക് പോയി. കാരണം ആരോ ഈ അടുത്ത് അവിടെ നിന്ന് സൂയിസൈഡ് എന്നോ ചെയ്തായിരുന്നു. സോ അതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുക. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല പൊറോട്ടയും കിഴങ്ങറിയും. അതും അതിൻ്റെ പാക്കിംഗ് ഉണ്ടാകും, നല്ല രസമുണ്ട് അതിൻ്റെ പാക്കിംഗ്. റൂമിൽ എല്ലാവരും മീറ്റ് ചെയ്തു, എല്ലാവരും കഥകളൊക്കെ ഷെയർ ചെയ്തു. കാരണം ഓരോ ഗ്യാങ്ങായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോയിക്കണേന്ന്. അങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്തു. ടയർഡായിരുന്നു, ഞാൻ കിടന്നുറങ്ങി. എനിക്ക് നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്രയിൽ. നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റിട്ട് നമ്മുടെ നെയ്യഭിഷേകത്തിന് ഒരാൾ പോകണം. നമ്മുടെ കെട്ടിൽ ഒരു തേങ്ങയിൽ നെയ്യ് ഉണ്ടാവും, നെയ്യ് ഒഴിക്കും. എല്ലാവരുടെയും കെട്ടിലൊരു തേങ്ങയിൽ നെയ്യ് ഒഴിക്കും, 1 2 അത് ഇഷ്ടമുള്ള പോലെ. എന്നിട്ട് ഈ നെയ്യൊക്കെ കൂടെ ഒരു പാത്രത്തിലേക്കാക്കി നമ്മൾ രാവിലെ അഭിഷേകത്തിന് കൊണ്ടുപോകും. അപ്പോൾ ഈ അഭിഷേകത്തിന് കൊണ്ടുപോയ നെയ്യ് അങ്ങനെ അത് അഭിഷേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പനെ അഭിഷേകം ചെയ്യാനാണ്, ഇങ്ങനെ കുളിപ്പിക്കുന്ന പോലെ അഭിഷേകം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടാവും, ഉടയ്ക്കാനുണ്ട്. പിന്നെ പഞ്ചാമൃതം ഉണ്ടാക്കും. നമ്മുടെ കെട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം വേണ്ടിയിട്ട് പഞ്ചാമൃതം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ കെട്ടിലുള്ള അരിയൊക്കെ കളക്ട് ചെയ്തിട്ട് അരി കൊണ്ട് കൊടുത്താൽ നമുക്ക് പായസം കിട്ടും, കുറച്ച് പായസം. പിന്നെ നമുക്ക് ശബരിമലയിൽ പോയതിനാണ് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം എന്താണ്, അരവണ അപ്പം. ഓഫ് കോഴ്സ് ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. ശബരിമലയിൽ പോയി വന്നിട്ട് അരവണ ഒന്നും കൊണ്ടുവന്നില്ല നീ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അരവണ അപ്പം അത് വാങ്ങാനായിട്ട് നമ്മളെല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് എത്ര അരവണയാണ് വേണ്ടത്, എത്ര അപ്പമാണ് വേണ്ടതെന്ന് എല്ലാവരോടും കൗണ്ട് എടുത്തിട്ട് അത് എഴുതി നേരെ അരവണയും അപ്പം വാങ്ങാനുള്ള കൗണ്ടറിലേക്ക് പോയി. ഞങ്ങൾ 3 പേരാണ്, ഞാനും ഇതിൽ കർണൻ, വിനയ്, നമ്മൾ 3 പേരാണ് അതിന് പോയത്. പോയി അരവണ വാങ്ങി നമ്മുടെ ഒരാളുടെ പുതപ്പ് എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി ആ പുതപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോയത്. അതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ എല്ലാവരും ഫ്രഷായി നേരെ പോയത് മാളികപ്പുറത്തെ മീനെ തൊഴാനായിട്ട്. അത് അവിടെ ചെന്നു. അവിടെ ഒരുപാട് പേര് തേങ്ങ ഇങ്ങനെ ഉരുട്ടുന്നൊക്കെ ഉണ്ട്, എനിക്കറിയില്ല അതെന്താ സംഭവം. തേങ്ങ ഉരുട്ടലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലം താഴത്ത് പമ്പയിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഒരുമിച്ച് മീറ്റിനായിട്ട്. അപ്പോൾ പമ്പയിൽ നമ്മൾ പറഞ്ഞ സ്ഥലം പമ്പ KSRTC ബസ് സ്റ്റാൻഡായിരുന്നു. അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇറക്കം തുടങ്ങി. അടുത്തത് നമ്മൾ ഈ യാത്രക്കിടയിൽ നമ്മൾ സിംഹവാലൻ, കുരങ്ങൻ, അങ്ങനെ പിന്നെ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് ഡോളി.
ഇത് 4 ആൾക്കാർ കൂടി ഒരാളെ കയറ്റി മല കയറ്റും മല ഇറക്കും, ഇങ്ങനൊരു സർവീസ് ഉണ്ട് ഇവിടെ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമായിരുന്നു. ഇറക്കം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കയറ്റം ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇറക്കം ഇങ്ങനെ ഭയങ്കര സ്ലാൻഡിങ് ആയതുകൊണ്ട് നമ്മുടെ കാലിൻ്റെ കാഫില്ലേ, മുട്ടിന് താഴത്തെ ബാക്കിലാണ്, കാഫിൽ ഭയങ്കര സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ചിലർക്ക് ഭയങ്കര വേദനയില്ല, ടൈറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ ത്തിലേക്ക് ഇറങ്ങി ലാസ്റ്റ് നമ്മൾ തിരിച്ച് ഗണപതിയുടെ അമ്പലത്തിലേക്ക് എത്തി. ഗണപതിയുടെ അമ്പലത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് നമ്മൾ ഈ ഇറങ്ങുന്ന യാത്രയിൽ പല നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇതൊരു കാടാണല്ലോ, കുറേ കാഴ്ചകളുണ്ട് കാണാൻ. നമ്മൾ ഗണപതിയുടെ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ എന്തോ അമ്മ കൂടെ നടക്കുന്നുണ്ട്, അവിടെ കൊട്ടും അങ്ങനെ മറ്റേ കാവടി പോലെ അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെയും താഴത്തേക്ക് ഇറങ്ങാണ് പമ്പയിലേക്ക്. അങ്ങനെ പമ്പയിൽ ചെന്ന് എല്ലാവരെയും കണ്ട്, ആക്ച്വലി നമ്മൾ ഗണപതി അമ്പലത്തിൽ ചുറ്റാൻ തന്നെ എല്ലാവരെയും കണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ആൾക്കാരെ കണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പമ്പയിൽ നിന്ന് അവിടെ ചെന്നു, പിന്നെയും കുറച്ചുപേരൊക്കെ കൂടി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് കയറി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ അങ്ങനെ ചോദിച്ചും പിടിച്ചൊക്കെ പോയി കണ്ടുപിടിച്ച്, അങ്ങനെ കണ്ടുപിടിച്ച് നേരെ വണ്ടി കയറി തിരിച്ചൊരു യാത്ര, കമ്മിങ് ബാക്ക് മാൻ, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന. അങ്ങനെ തിരിച്ച് വന്നു. വരുന്ന വഴിക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി, അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങി. നല്ല രസമായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുത്ത വെള്ളം, നല്ല നല്ല അടിപൊളി വെള്ളമൊക്കെ ആയിരുന്നു. നല്ല കുളിച്ചു, തിരിച്ച് പിന്നെയും കയറി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ഹോട്ടൽ ആര്യാസ് അവിടെ കയറി ഒരു ചായയും ഒരു വടയും കഴിച്ചു. നല്ല സൂപ്പർ, ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് തുള്ളി അയ്യപ്പൻ്റെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ആഘോഷിച്ച് രസമായിരുന്നു. എന്നിട്ട് അങ്ങനെ വന്നു നേരെ നമ്മുടെ തിരിച്ച് മട്ടാഞ്ചേരി ആനവാതിലേക്ക് വന്നു. അവിടെ നിന്ന് മാല ഊരി പ്രാർത്ഥിച്ചു. അവിടെ നേരെ വീട്ടിലേക്ക് വന്നു. എനിക്കപ്പോൾ എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശബരിമലയെ പറ്റിയുള്ള അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് അത് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. എന്തെങ്കിലും യാത്രകളൊക്കെ പോകുമ്പോൾ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സന്തോഷം. താങ്ക് യു. ശരി, ബൈ.